ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ 15 വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടറാണ് റോയൽ ചാർട്ടർ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ 15 വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടർ റോയൽ ചാർട്ടറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി എലിസബത്ത് രാജ്ഞിയാണ്. അപ്പോൾ എലിസബത്ത് രാജ്ഞിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബറിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ഡിസംബറാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയ ഭരണാധികാരിയാണ് ജെയിംസ് ഒന്നാമൻ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയത് ജെയിംസ് ഒന്നാമനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൻ ഫാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി എന്നാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് വരുന്നത് ജോൺ കമ്പനി എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആയിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആണ്. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ ഹെക്ടർ ആണ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? റോബർട്ട് ക്ലൈവ് പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അപ്പോൾ ബംഗാളിലെ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് അപവാദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ. ഇതെല്ലാം റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചാത്താം പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസിയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണറായത് റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ്. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെൻറ്റ് അംഗം എഡ്മണ്ട് ബർഗാണ്. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലീജ ഇംബൽ. അപ്പോൾ കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലീജ ഇംബൽ. ക്യൂൻകി നൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്.
ഒന്നാം റോഹില്ല യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം എന്നിവ നടക്കുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഒന്നാം റോഹില്ല യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം സമയത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പശാലിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിൻ്റെ മേൽ ബ്രിട്ടൻ്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമം പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം 1794. ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് സർ വില്യം ജോൺസ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ച വർഷം 1784 ആണ്. അടുത്തത് വരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. 1786 മുതൽ 1793 വരെയാണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലിസ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതി സ്ഥാപിച്ചതും കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതി സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭു. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലേവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലേവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറും ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭു തന്നെയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് ശ്രീ രാജഗോപാലാചാരി. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലാചാരിയാണ്. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് ആണ്. 1792 ശ്രീ രംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുമ്പോൾ ഗവർണർ ജനറൽ കോൺവാലിസ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലിസ് പ്രഭു. ആദ്യമായി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലിസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് 1793. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി. അപ്പോൾ ആദ്യമായി ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് 1793. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി. റിച്ചാർഡ് വെല്ലസി പ്രഭു. ബംഗാൾ കടുവയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗവർണർ ജനറലാണ് വെല്ലസി. ബംഗാൾ കടുവയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി വെല്ലസിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത് 1798. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ്. മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗവർണർ ജനറലാണ് വെല്ലസി. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വെല്ലസി പ്രഭു. നാലാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസി പ്രഭു ആയിരുന്നു. നാലാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസി പ്രഭു.
1798 സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വെല്ലസി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചിലവിൽ നിലനിർത്തുകയും ചെയ്യണം. കൂടാതെ ഗവർണർ ജനറലിൻ്റെ അനുവാദമില്ലാതെ മറ്റ് രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയോ ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റ് യൂറോപ്യന്മാരെ നിയമിക്കുകയില്ലെന്നും സമ്മതിക്കണമായിരുന്നു. പകരമായി രാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. ഹൈദരാബാദിലെ നൈസാമാണ് ഇതിൽ ആദ്യം അംഗമായത്. അടുത്തത് ജോർജ് ബെർലോയാണ്. 1805 മുതൽ 1807 വരെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ജോർജ് ബെർലോ. 1806 വെല്ലൂർ കലാപം നടന്നപ്പോൾ ഗവർണർ ജനറൽ ജോർജ് ബെർലോ ആയിരുന്നു. 1806 വെല്ലൂർ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ജോർജ് ബെർലോ ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ ആദ്യ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപം. അടുത്തത് വില്യം ബെൻഡിക്. സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. മനസ്കരായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. മനസ്കരായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ്. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. അതായത് കൊള്ള സംഘങ്ങളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. അടുത്തത് ചാൾസ് മെറ്റ്കാഫ്. 1835 ഗവർണർ ജനറലിൻ്റെ താൽക്കാലിക പദവി വഹിച്ചത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണറാണ് ചാൾസ് മെറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അടുത്തത് ഓക്ലാൻഡ് പ്രഭു. 1836 മുതൽ 1842 വരെ ഗവർണർ ജനറൽ പദവി വഹിച്ചത് ഓക്ലാൻഡ് പ്രഭുവാണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത് ഓക്ലാൻഡ് പ്രഭുവിൻ്റെ കാലത്താണ്. ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്നത്. എല്ലൻ ബേറോ. സിന്ധ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ്. ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് 1843. ഇന്ത്യയിലെ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് 1843. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻ ബെയ്റോ. ഹെൻറി ഹാർഡിഞ്ച്. ഗവൺമെൻറ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമായി ഹെൻറി ഹാർഡിഞ്ച് 1. ഗവൺമെൻറ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്കു മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് 1. സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറൽ. അപ്പോൾ സ്വാതന്ത്ര്യ വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് 1. ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത അധികാരിയാണ് ഹാർഡിഞ്ച്. ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത അധികാരി. അടുത്തത് ഡൽഹൌസി പ്രഭുവാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഇന്ത്യയുടെ ശ്രേഷ്ഠാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക ഇന്ത്യയുടെ ശ്രേഷ്ഠാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസിയാണ്. ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ചു. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. 1854 വുഡ്സ് ഡെസ്പാച്ചാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ 1848. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർത്തപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഔധ് 1856. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ
അപ്പോൾ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് ഡൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സിംലയെ വേനൽക്കാലത്ത് തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറലാണ് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നയം മൂലം അധികാരം നഷ്ടപ്പെട്ട പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രൻ നാനാ സാഹിബ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16-നാണ്. അപ്പോൾ 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ബോംബെ താന. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഹിന്ദു വിവാഹ പുനർവിവാഹ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ഡൽഹൌസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുഖ്യ വൈസ്രോയിമാരാണ്. 1858 മുതലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വൈസ്രോയിമാർ വരുന്നത്. അതിനു മുന്നേ വരെ ഗവർണർമാരും ഗവർണർ ജനറൽമാരുമായി. അപ്പോൾ ആദ്യം വരുന്നത് കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വൈസ്രോയിമാർ നിയമിതരായത്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിങ് പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിങ് പ്രഭു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ കാനിങ് പ്രഭു. കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൽക്കത്ത സർവകലാശാല 1857. ബംഗാളിലെ ഇൻഡിഗോ കലാപം നടന്ന സമയത്ത് വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരം നടന്ന വർഷം 1859. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നത് 1861. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കുമ്പോൾ വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയത് കാനിങ് പ്രഭു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയത്, ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയത്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയത് കാനിങ് പ്രഭുവാണ്. അടുത്തത് എൽഗിൽ 1. വഹാലി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി എൽഗിൽ പ്രഭു. 1862 ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി എൽഗിൽ പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിൽ. അടുത്തത് മേയോ പ്രഭു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് മേയോ പ്രഭു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. മേയോ കോളേജ് സ്ഥാപിച്ചത് അജ്മീർ. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. മേയോ പ്രഭു വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ആൻഡമാനിൽ വെച്ച്. മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരൻ ഷേർ അലി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പാക്കിയത് മേയോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സെൻസസിന് നേതൃത്വം നൽകിയത്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കിയത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വർഷം 1872.
നോർത്ത് ബ്രൂക്ക് 1872-76. 1875 വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശന സമയത്തെ വൈസ്രോയി നോർത്ത് ബ്രൂക്ക്. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിൻ്റെ നടപടികൾ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയിയാണ് നോർത്ത് ബ്രൂക്ക്. അടുത്തത് ലിട്ടൺ പ്രഭു 1876-80. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ഓവൻ മേരിടത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത് ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം. ആരുടെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി. പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്ന വൈസ്രോയി. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 21 നിന്ന് 19 വയസ്സായി കുറച്ചത് ലിട്ടൺ പ്രഭു. അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് തുറന്ന സമയത്തെ വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. വരൾച്ചയെക്കുറിച്ച് പഠിക്കുവാൻ റിച്ചാർഡ് സ്ട്രാച്ചയുടെ നേതൃത്വത്തിൽ ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ലിട്ടൺ പ്രഭു. റിച്ചാർഡ് സ്ട്രാച്ചയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നത് 1878. അടുത്തത് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. 1881 ഫാക്ടറി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി. 1881 ഫാക്ടറി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു 1881. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആക്ട്. ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 നിന്ന് 21 പുനഃസ്ഥാപിച്ചത് റിപ്പൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് റിപ്പൺ പ്രഭു. ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് 1882 റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ്. അടുത്തത് ഡെഫറിൻ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം നൽകിയത് ഡെഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡെഫറിൻ പ്രഭു. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ഡെഫറിൻ പ്രഭു. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചു. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയി ഡെഫറിൻ പ്രഭു. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം. ഇന്ത്യക്കാർക്ക് പ്രത്യേകമായി നടപ്പിലാക്കിയിരുന്ന സിവിൽ സർവീസ് പരീക്ഷ നിർത്തലാക്കിയത് ലാൻസ്ഡൗൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേകമായി നടപ്പിലാക്കിയിരുന്ന സിവിൽ സർവീസ് പരീക്ഷ നിർത്തലാക്കിയത്. ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ, പ്രൊവിഷണൽ, സബോർഡിനേറ്റ് എന്ന് 3ആയി തിരിച്ചത് ലാൻസ്ഡൗൺ പ്രഭു. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ലാൻസ്ഡൗൺ പ്രഭുവാണ്. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഡ്യൂറൻ കമ്മീഷനെ നിയമിച്ചത് ലാൻസ്ഡൗൺ പ്രഭു. ഡ്യൂറൻ കമ്മീഷൻ്റെ തലവൻ സർ മോർട്ടിമർ ഡ്യൂറൻറ്റ്. അടുത്തത് കഴ്സൺ പ്രഭുവാണ്. 1899 to 1905. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം അത് നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണം ബംഗാൾ വിഭജനം. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തിനെ എന്തായാണ് ആലപിച്ചത്? വിലാപജനം.
വിലാപ ദിനമായാണ് ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തിനെ ആലപിച്ചത് 1905 ഒക്ടോബർ 16. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ച വൈസ്രോയി. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി കഴ്സൺ പ്രഭു. ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി. ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ പ്രഭു. കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷേ. കഴ്സൺ പ്രഭുവിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് സർ ജോൺ മാർഷൽ. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ ഇന്ത്യൻ വൈസ്രോയി കഴ്സൺ പ്രഭു. എൻ്റെ പൂർവികന്മാരിൽ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ്. പോലീസ് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭു. ലോർഡ് കിച്ച്നറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ലോർഡ് മിൻറ്റോ ടു 1905 to 1910. 1906 ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭുവാണ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ വൈസ്രോയാണ് മിൻറ്റോ പ്രഭു. 1907 സൂററ്റ് സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞപ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭു. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞത്. അന്നത്തെ വൈസ്രോയാണ് മിൻറ്റോ പ്രഭു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസാക്കിയ വൈസ്രോയി മിൻറ്റോ പ്രഭു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 അറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യൻ സമൂഹത്തിൽ ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. മിൻറ്റോ പ്രഭു വൈസ്രോയി ആയിരിക്കെ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ SP സിൻഹ. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭു. ഹാർഡിഞ്ച് പ്രഭു 1910 to 16. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് ടു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി. ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി 1911 ഡൽഹിയിൽ വെച്ച് കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയിയാണ് ഹാർഡിഞ്ച് പ്രഭു. 1912 ഡൽഹിയിൽ വെച്ച് ബോംബ് എറിയപ്പെട്ടത് ഹാർഡിഞ്ചിന് നേരെ. വൈസ്രോയി ഹാർഡിഞ്ച് ടുവിനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരൻ റാഷ് ബിഹാരി ബോസ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് ടു. 1911 ക്വീൻ മേരിയും കിങ് ജോർജ് ഫൈവും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ഹാർഡിഞ്ച്. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയും വേർപെടുത്തിയ ഭരണാധികാരി ഹാർഡിഞ്ച് ടു ആണ്. 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി. 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് ടു. ചേംസ്ഫോർഡ് പ്രഭു 1916 തിലകും ആനി ബസന്റും ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിലുള്ള 1916 ലക്നൗ സന്ധി ഒപ്പുവെക്കുമ്പോൾ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. അപ്പോൾ 1916 ലക്നൗ സന്ധി ഒപ്പുവെക്കുമ്പോൾ അന്നത്തെ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. 1916 ഇന്ത്യയിൽ ആദ്യ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിക്കുമ്പോൾ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ചേംസ്ഫോർഡ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിച്ച ആക്ട് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചേംസ്ഫോർഡ്. കരി നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൗലറ്റ് ആക്ട് 1919 പാസാക്കിയ വൈസ്രോയി ചേംസ്ഫോർഡാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മോണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരം.
പ്രവിശ്യകളിൽ വിഷയങ്ങളെ റിസർവ്ഡ്, ട്രാൻസ്ഫേർഡ് എന്നിങ്ങനെ വേർതിരിച്ച് പരിഷ്കാരം. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. അടുത്തത് റീഡിംഗ് പ്രഭു. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും അതിൻ്റെ തീവ്രതയിലെത്തിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി റീഡിംഗ് പ്രഭു. ഇന്ത്യയിൽ വൈസ്രോയിയായ നിയമിതനായ ഏക ജൂതമത വിശ്വാസി. ഇന്ത്യയിൽ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂതമത വിശ്വാസിയാണ് റീഡിൽ പ്രഭു. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി. 1924 റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി. 1924 മുതൽ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി. ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്, ഗോരഖ്പൂർ ജില്ല. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി റീഡിംഗ് പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭു. അടുത്തത് ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം ഏകദേശം 18ഉം 14ഉം എന്ന് നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് 1929. ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പുവെച്ച വർഷം 1931. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഇർവിൻ പ്രഭു. 1931 ഫെബ്രുവരി 10. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. INC പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. 1931. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു. 1932 രാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1932 ഗാന്ധിജിയും അക്ബറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1932 ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയി. ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്തെ വൈസ്രോയിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അന്നത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. 1935 ഇന്ത്യ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1937. ലിൻ ലിത്ഗോ പ്രഭു. 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി. 1940 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോൾ അന്നത്തെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആണ്. ക്രിപ്സ് മിഷനിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയത് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി വേവൽ പ്രഭു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നത് 1946 സെപ്റ്റംബർ 2. 1946 നാവിക കലാപത്തിന് സാക്ഷിയാകേണ്ടി വന്ന വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. അപ്പോൾ ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു.
അടുത്തത് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ. ഇന്ത്യൻ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ. 1979 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കിയ ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൺ പദ്ധതി വിധേയമാക്കിയ ആക്ടാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാർക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി. ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാർക്കൺ പദ്ധതി, ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിന് വേണ്ടി റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിന് വേണ്ടി റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ചരിത്രത്തിലെ മുഗൾ രാജവംശമാണ്. 1526 മുതൽ 1857 വരെ ഡൽഹി ഭരിച്ച രാജവംശമാണ് മുഗൾ രാജവംശം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. അപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ലോധി രാജാവാണ് ഇബ്രാഹിം ലോധി. അപ്പോൾ ഇബ്രാഹിം ലോധിയെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയാണ് മുഗൾ രാജവംശം ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. സാഹസികനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബാബറാണ്. അപ്പോൾ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ബാബർ. ബാബർ എന്ന വാക്കിനർത്ഥം സിംഹം. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ബാബറാണ്. ചെങ്കിസ് ഖാന്റെയും തിമൂറിൻ്റെയും ബന്ധുവായിരുന്ന മുഗൾ ഭരണാധികാരി ബാബർ. ചെങ്കിസ് ഖാന്റെയും തിമൂറിൻ്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരി ബാബർ. തുർക്കിഷ് വംശത്തിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ലായിരുന്ന മുഗൾ ഭരണാധികാരി ബാബറാണ്. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ലായിരുന്ന മുഗൾ ഭരണാധികാരി. ബാബർ കാബൂൾ പിടിച്ചടക്കിയ വർഷം 1504. ബാബറിൻ്റെ ആത്മകഥ തുസൂക്കി ബാബറി, ബാബർ നാമ. ആത്മകഥകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. തുസൂക്കി ബാബറി രചിക്കപ്പെട്ട ഭാഷ തുർക്കി. തുസൂക്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി അബ്ദുൾ റഹ്മാൻ ഖാൻ. 1529 ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ യുദ്ധം നടന്നത് ഗാഗ്ര നദീതീരത്ത് വെച്ച്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ബാബറാണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി. ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ്, ആഗ്ര. ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഹുമയൂൺ എന്ന വാക്കിനർത്ഥം ഭാഗ്യവാൻ. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ലഹരിക്ക് അടിമയായ മുഗൾ ചക്രവർത്തി ഹുമയൂൺ. ഡൽഹിയെ ദിൻപന നഗരം സ്ഥാപിച്ചത് ഹുമയൂൺ. കനൗജ്, ചൗസ യുദ്ധങ്ങളിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ നേതാവ് ഷേർഷാ. ചൗസ യുദ്ധം നടന്ന വർഷം 1539. കനൗജ് യുദ്ധം നടന്ന വർഷം 1540. ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചുപിടിച്ചത് ആരെ പരാജയപ്പെടുത്തിയാണ്? സിക്കന്ദർ ഷാ സൂരി. കടത്തുകാരന് ഒരു ദിവസം രാജപദവി വാഗ്ദാനം ചെയ്ത മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. നല്ല വിദ്യാഭ്യാസം നേടുകയും ഒട്ടനവധി ഭാഷകൾ സംസാരിക്കുകയും ചെയ്തിരുന്ന മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ഹുമയൂണിൻ്റെ ജീവചരിത്രം ഹുമയൂൺ നാമ. ഷേർ മണ്ഡലിൻ്റെ പടിയിൽക്കെട്ടിൽ നിന്നും വീണു മരിച്ച മുഗൾ ചക്രവർത്തി ഹുമയൂണാണ്. ഹുമയൂൺ സ്മാരകം നിർമ്മിച്ചത് ദാബാനു ബീഗം. ഹുമയൂണിൻ്റെ സ്മാരകം നിർമ്മിച്ചത് ഹമീന ബാനു ബീഗം.
ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ച ശില്പി മിറാഖ് മിർസ ഗിയാസ്. ഹുമയൂണിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരന്മാർ സയ്യിദ് അലി സമദ്. പുരാന കിലയുടെ പണി ആരംഭിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. പുരാന കിലയുടെ പണി ആരംഭിച്ച മുഗൾ ഭരണാധികാരി. പുരാനി കിലയുടെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഷേർഷാ സൂരി. അക്ബറിൻ്റെ പിതാവ് ഹുമയൂൺ. അക്ബറിൻ്റെ മാതാവ് ഹമീബ ബാനു ബീഗം. അക്ബറിൻ്റെ വളർത്തമ്മ മാഗം അനഗ. ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ ജനിച്ചത് അമർകോട്ട് 1542. അക്ബർ ഭരണത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ 13-ാം വയസ്സിലാണ്. അപ്പോൾ അക്ബർ ഭരണത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ 13-ാം വയസ്സിൽ. അക്ബറിൻ്റെ കിരീടധാരണം നടന്നത് കലനാവൂർ പുതിയ ഗുരുസ് മാസ്പുരിയിൽ. അക്ബറിൻ്റെ ആദ്യകാല ഗുരു മുനീം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹേമു. അക്ബർ രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഹേമു ആരുടെ മന്ത്രിയായിരുന്നു? ആദിർ ഷാ. രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1556. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ മേവാറിലെ രജപുത്ര രാജാവ് മഹാറാണ പ്രതാപ്. ഹാൽഡിഘട്ട് യുദ്ധം നടന്നത് 1576. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച പുത്ര സൈന്യാധിപൻ മാൻസിംഗ്. ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ 1564. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. തൗഹീദ് ഇ ഇലാഹി എന്നറിയപ്പെടുന്നത് ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച ദിൻ ഇലാഹി എന്ന മതം സ്വീകരിച്ച ഒരേ ഒരു ഹിന്ദു രാജവംശം ബീർബൽ. അക്ബർ കൊണ്ടുവന്ന മതം ഇലാഹി കലണ്ടർ. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം മാൻസബ്ദരി. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി അക്ബറാണ്. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബറുടെ പ്രശസ്തനായ റവന്യൂ മന്ത്രി രാജാ തൊഡർമാൽ. സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറുടെ മന്ത്രി രാജാ തൊഡർമാൽ. അക്ബറുടെ പ്രശസ്തനായ സൈനിക തലവൻ രാജാ മാൻസിംഗ്. അക്ബറുടെ സൈനിക തലവൻ രാജാ മാൻസിംഗ്. അക്ബറുടെ സദസ്യരായിരുന്ന 9 പ്രമുഖ വ്യക്തികൾ അറിയപ്പെടുന്നത് നവരത്നങ്ങൾ. അക്ബറുടെ സദസ്സ് അലങ്കരിച്ചിരിക്കുന്ന പ്രശസ്തരായ കവികൾ അബുൽ ഫസൽ, അബുൽ ഫൈസി. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ബുലന്ദ് ദർവാസ. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ബുലന്ദ് ദർവാസ. അബ്ദുൽ ഫസലിൻ്റെ പ്രശസ്തമായ കൃതികൾ ഐനി അക്ബരി, അക്ബർനാമ. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികൾ സൂർദാസ്, തുളസീദാസ്. രാമചരിത മാനസത്തിൻ്റെ കർത്താവ് തുളസീദാസ്. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ബദൗനി. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ബീർബൽ. ബീർബലിൻ്റെ ശരിയായ പേര് മഹേഷ് ദാസ്. അക്ബറുടെ സദസ്സിലെ പ്രമുഖരിൽ കവിപ്രിയ എന്നറിയപ്പെടുന്നത് ബീർബൽ. അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞൻ ടാൻസൻ. ടാൻസൻ്റെ ശരിയായ പേര് രാമദാണു പാണ്ഡെ. അക്ബറുടെ റവന്യൂ വിഭാഗ മേധാവി വസീർ. അക്ബറുടെ റവന്യൂ വിഭാഗ മേധാവി വസീർ. അക്ബറുടെ സൈനിക വിഭാഗ തലവൻ. അക്ബറുടെ സൈനിക വിഭാഗ തലവൻ മീർ ബഷി. അക്ബറുടെ രാജധാനിയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഖാൻ-ഇ സമൻ. നീതിന്യായ നിർവഹണവും സൈനിക മേൽനോട്ടവും വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ കോത്വാൾ. ഇന്ത്യയിലേക്ക് റോസാച്ചെടി കൊണ്ടുവന്ന ഭരണാധികാരി ബാബർ. ബാബർ മഹാറാണ സംഗ്രാം സിംഹനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഗണയുദ്ധം 1527. ഷേർ മണ്ഡൽ എന്ന ലൈബ്രറി നിർമ്മിച്ച ഭരണാധികാരി ഹുമയൂൺ. ഷേർ മണ്ഡൽ എന്ന ലൈബ്രറി നിർമ്മിച്ച ഭരണാധികാരി. ഹുമയൂൺ നാമയുടെ കർത്താവ് ഗുൽബദൻ ബീഗം.
അക്ബറുടെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നത് ബൈറാം ഖാൻ. ശൈശവ വിവാഹം നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. ശൈശവ വിവാഹം നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ പണി കഴിപ്പിച്ച പുതിയ തലസ്ഥാനം ഫത്തേപൂർ സിക്രി. അക്ബർ പണി കഴിപ്പിച്ച പുതിയ തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. 1569. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ആഗ്ര, ഉത്തർപ്രദേശ്. ചെങ്കല്ലിൻ്റെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രി ആരുടെ സ്മരണയ്ക്കായിട്ടാണ് നിർമ്മിച്ചത്? സലീം ചിസ്തി. അക്ബറിൻ്റെ ആത്മീയ ആചാര്യൻ സലീം ചിസ്തിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്. ഭരണ സൗകര്യത്തിന് രാജ്യത്തെ പലതായി വിഭജിച്ചിരുന്ന പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് സൂബ. സുബകളെ വീണ്ടും വിഭജിച്ച് സർക്കാരുകൾ ആക്കിയിരുന്നു. ഇതിൻ്റെ അധികാരി അറിയപ്പെടുന്നത് ഹൗജ്ദാർ. സുബകളെ വീണ്ടും വിഭജിച്ച് സർക്കാരുകൾ ആക്കിയിരുന്നു. ഇതിൻ്റെ അധികാരി അറിയപ്പെടുന്നത് ഫൗജ്ദാർ. അക്ബർ പണി കഴിപ്പിച്ച പ്രാർത്ഥനാലയം ഇബാദത്ഖാന 1575. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി അക്ബറാണ്. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. അക്ബർ വിവാഹം കഴിച്ച അംബറിലെ രജപുത്ര കുമാരി ജോധാബായി. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി അക്ബറാണ്. അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയ്ക്കടുത്തുള്ള സിക്കന്ദ്ര. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ. കാശ്മീരിലെ അക്ബർ എന്ന് വിളിക്കുന്നത് സൈനുൽ അബ്ദീൻ. ജഹാംഗീറിൻ്റെ ആദ്യകാല പേര് സലീം. അക്ബർ ഷേഖ് ബാബ എന്ന് വിളിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ. അക്ബർ ഷേഖ് ബാബ. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം നീതിച്ചങ്ങല. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി ജഹാംഗീർ. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ജഹാംഗീറിൻ്റെ ഭരണകാലത്താണ്. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ജഹാംഗീറിൻ്റെ ഭരണകാലത്ത്. ജഹാംഗീറിൻ്റെ സദസ്സിലെ പ്രധാന ചിത്രകാരന്മാർ ഉസ്താദ് മൻസൂർ അബ്ദുള്ള ഹസൻ. ജഹാംഗീറിൻ്റെ ആത്മകഥ തുസുഖ് ഇ ജഹാംഗീരി. തുസുഖ് ഇ ജഹാംഗീരി എഴുതിയിരിക്കുന്ന ഭാഷ പേർഷ്യൻ ഭാഷ. ജെയിംസ് ഒന്നാമൻ്റെ അംബാസഡർ ആയിരുന്ന ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെ ഇംഗ്ലീഷുകാർ വില്യം ഹോക്കിൻസ്, തോമസ് റോ. കച്ചവട ആവശ്യങ്ങൾക്കായി ജഹാംഗീറിനെ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ വില്യം ഹോക്കിൻസ്. കാശ്മീരിൽ നിശാന്ത് പൂന്തോട്ടവും ഷാലിമാർ പൂന്തോട്ടവും പണി കഴിപ്പിച്ച ഭരണാധികാരി ജഹാംഗീർ. ഇന്ത്യയിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി ജഹാംഗീർ. ഇന്ത്യയിൽ സൂററ്റിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി. അനാർക്കലി സ്മരണയ്ക്കായി ജഹാംഗീർ സ്മാരകം പണി കഴിപ്പിച്ചത് ലാഹോറിൽ. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ജഹാംഗീർ. ജഹാംഗീറിനെ ഭരണത്തിൽ സഹായിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർജഹാൻ. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ വെളിച്ചം. നൂർജഹാൻ്റെ ആദ്യത്തെ പേര് മെഹ്റുനിസ. ജഹാംഗീർ വധിച്ച സിഖ് ഗുരു അർജുൻ ദേവ്. ജഹാംഗീർ വധിച്ച സിഖ് ഗുരുവാണ് അർജുൻ ദേവ്. ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഷാജഹാനാണ്. ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഷാജഹാൻ. ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടം. ഷാജഹാൻ്റെ കാലഘട്ടം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടം. ഷാജഹാൻ്റെ ആദ്യകാല പേര് ഖുറം.
നിർമ്മിതാക്കളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. നിർമ്മിതാക്കളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി. ഷാജഹാൻ നിർമ്മിച്ച പുതിയ തലസ്ഥാനം ഷാജഹാനാബാദ്. ഷാജഹാൻ എവിടെ നിന്നുമാണ് തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റിയത്? ആഗ്ര. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ-ഇ-ഗാസ്, ദിവാൻ-ഇ-അം, താജ്മഹൽ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി ഷാജഹാൻ. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ-ഇ-ഗാസ്, ദിവാൻ-ഇ-അം, താജ്മഹൽ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ഷാജഹാൻ. ലാൽ ക്വില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ട. ചെങ്കോട്ടയുടെ കവാടം ലാഹോർ ഗേറ്റ്. മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ രാജാവ് ഷാജഹാൻ. മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ രാജാവാണ് ഷാജഹാൻ. മയൂര സിംഹാസനം നിർമ്മിക്കാൻ ഏത് രാജാവിൻ്റെ സിംഹാസനത്തെയാണ് ഷാജഹാൻ മാതൃകയാക്കിയത്? വിക്രമാദിത്യൻ രാജാവിൻ്റെ സിംഹാസനത്തെയാണ് ഷാജഹാൻ മാതൃകയാക്കിയത് മയൂര സിംഹാസനം നിർമ്മിക്കാനായിട്ട്. മയൂര സിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം 24. മയൂര സിംഹാസനവും കൊഹിനൂർ രത്നങ്ങളും പേർഷ്യയിലേക്ക് കൊണ്ടുപോയ ആക്രമണകാരി നാദിർ ഷാ 1739. മയൂര സിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടൻ ടവർ മ്യൂസിയം, ഇംഗ്ലണ്ട്. ഇല്ലങ്കോട്ടയിലെ ഗാസ് മഹലിൽ വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന മുറി ദിവാൻ-ഇ-ഗാസ്. ആമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് ദിവാൻ-ഇ-ഗാസ്. ഷാജഹാന്റെ പുത്രിയായ ജഹൻ ആരയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നിസാമുദ്ദീൻ സമുച്ചയത്തിൽ. ഷാജഹാന്റെ കാലത്ത് ഇന്ത്യയിൽ വന്ന ഫ്രഞ്ച് സഞ്ചാരികൾ ബാർണിയൻ വേണിയർ. ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ്. ആരുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചത്? മുംതാസ് മഹൽ. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ പേര് അജ്മന്ത് ബാനു ബീഗം. താജ്മഹലിൻ്റെ ആദ്യത്തെ പേര് മുംതാസ് മഹൽ. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ. താജ്മഹലിൻ്റെ ഡിസൈനർ ജെറോനിമോ വെറേങ്കോ. താജ്മഹൽ പണി കഴിപ്പിച്ച നൂറ്റാണ്ട് 17. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരം, ഉത്തർപ്രദേശ്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ നിർമ്മിതി താജ്മഹൽ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. ഷാജഹാൻ തുറങ്കിലടയ്ക്കപ്പെട്ടത് ആഗ്ര കോട്ടയിലെ മുസമ്മാൻ ബുർജ് എന്ന ഗോപുരത്തിൽ. ഷാജഹാന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൽ, ആഗ്ര. മുഗൾ വംശത്തിലെ അവസാന ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത് ഔറംഗസീബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. ഡക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. ഔറംഗസീബിന്റെ അധികാരം ഉറപ്പിക്കാൻ കാരണമായ യുദ്ധം സമുഗാർ യുദ്ധം. കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് പിടിച്ചെടുത്ത ദ്വീപ് സന്ദീപ് ദ്വീപ്. മുസ്ലിം മതം സ്വീകരിക്കാൻ മടിച്ചതിൻ്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു തേജ് ബഹാദൂർ. ശിവജിയുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട ഭരണാധികാരി ഔറംഗസീബ്. ലാഹോറിൽ ഔറംഗസീബ് നിർമ്മിച്ച പള്ളി ബാദ്ഷാഹി മോസ്ക്. അലംഗീർ എന്ന പേര് സ്വീകരിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. അലംഗീർ എന്ന പേര് സ്വീകരിച്ചത്. ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി സിന്ദ് പീർ എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. 1665 ശിവജിയും ഔറംഗസീബും ഒപ്പുവെച്ച ഉടമ്പടി പുരന്ദർ സന്ധി. ഔറംഗസീബിന്റെ ഭാര്യയായ റബിയ ദുരാനിക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകം ബീബി കാ മക്ബാര. ബീബി കാ മക്ബാര സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബാര. ഔറംഗസീബിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ രാജാവ് ബഹദൂർ ഷാ 1. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് നൽകിയ ഭരണാധികാരി അക്ബർ ഷാ 2. 1757 പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ രാജാവ് ആലിംഗീർ 2.
ബാക്സർ യുദ്ധസമയത്തെ മുഗൾ രാജാവ് ഷാ അലം ടു, അവസാന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ, ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ തോമസ് റോ. ആർക്ക് അഭയം നൽകിയതിൻ്റെ പേരിലാണ് ജഹാംഗീർ അർജുൻ ദേവിനെ വധിച്ചത്? ഖുസ്രു രാജകുമാരൻ. ഷാജഹാന്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ മസൂക്കി. ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകൾ ജഹാനാര. ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി നിക്കോളോ മനുച്ചി. ഗുനി ദർവാസ പണി കഴിപ്പിച്ച ഭരണാധികാരി ഷേർഷാ. മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ മറാത്ത സൈന്യത്തിന് നേതൃത്വം നൽകിയ രാജാവ് സദാശിവ റാവു. സിഖുകാരുടെ പേരിനൊപ്പം സിംഗ് എന്ന് ചേർക്കുന്ന സമ്പ്രദായം തുടങ്ങിയ ഗുരു ഗോവിന്ദ് സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ ടു. ബർമയിലെ റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ട മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ ടു. മുഗൾ സാമ്രാജ്യത്തിൽ സംഗീത സദസ്സുകൾ നടത്തിയിരുന്ന മണ്ഡപം നഗാൻ ഖാന. മുഗൾ ഭരണാധികാരികൾ പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നത് ദിവാനി അമ്മിൽ വെച്ച്. മുഗൾ ഭരണകാലത്ത് 64 കാലുകളോട് കൂടിയ മാർബിൾ മണ്ഡപം അറിയപ്പെടുന്നത് ചൗൻ സത് ഗംബ. അടുത്തത് പൂർണ്ണനാമങ്ങൾ. ബാബർ സഹ്റുദ്ദീൻ മുഹമ്മദ് ബാബർ. ഹുമയൂൺ നസിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ. അക്ബർ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ഷാജഹാൻ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ. ഔറംഗസീബ് മുഹമ്മയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ്. ജഹാംഗീർ നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ. അടുത്തത് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ. ബാബർ കാബൂൾ. ഹുമയൂൺ ഡൽഹി. അക്ബർ സിക്കന്ദ്ര. ജഹാംഗീർ ലാഹോർ. ഷാജഹാൻ ആഗ്ര. ഔറംഗസീബ് ദൗലത്താബാദ്. ബഹദൂർ ഷാ ടു റംഗൂൺ. പ്രധാന യുദ്ധങ്ങളും കാലഘട്ടങ്ങളും. ഹൈഡാസ്പസ് യുദ്ധം BC 326. ഹൈഡാസ്പസ് യുദ്ധം BC 326. കലിംഗ യുദ്ധം BC 261. ഒന്നാം തറൈൻ യുദ്ധം AD 1191. രണ്ടാം തറൈൻ യുദ്ധം AD 1192. ഒന്നാം പാനിപ്പട്ട് യുദ്ധം AD 1526. രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556. മൂന്നാം പാനിപ്പട്ട് യുദ്ധം 1761. ഗൺവ യുദ്ധം 1527. ചൗസ യുദ്ധം 1539. കനൗജ് യുദ്ധം 1540. തളിക്കോട്ട യുദ്ധം 1565. ഹാൽഡിഗട്ട് യുദ്ധം 1576. ബക്സർ യുദ്ധം 1764. കർണാൽ യുദ്ധം 1739. പ്ലാസി യുദ്ധം 1757. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 54 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധം 1756 മുതൽ 63 വരെ. ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ. രണ്ടാം മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെ. മൂന്നാം മൈസൂർ യുദ്ധം 1789 മുതൽ 1792 വരെ. നാലാം മൈസൂർ യുദ്ധം 1799 മുതൽ. ഒന്നാം സിഖ് യുദ്ധം 1845 മുതൽ 46 വരെ. രണ്ടാം സിഖ് യുദ്ധം AD 1848 മുതൽ 49 വരെ. അപ്പോൾ അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം വരുന്നത് AD 712 അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം വരുന്നത് AD 712 അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ കാസിമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ കാസിമിനാൽ വധിക്കപ്പെട്ട
പഞ്ചാബിലെ സിന്ധ് ഭരണാധികാരിയാണ് ദാഹിർ. ഖാസിം ദാഹിറിനെ വധിച്ചത് സിദ്ധിൽ വെച്ചാണ്. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം 738 AD ആണ്. AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. അപ്പോൾ AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നി കൗനൗജ് ആക്രമിച്ചത് 1018 17 തവണ ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ്. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ഇന്ത്യൻ ഭരണാധികാരിയാണ് ജയപാലൻ. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ പരാജയപ്പെടുത്തിയ യുദ്ധം വൈഹിന്ദ് യുദ്ധമാണ്. ഗസ്നി പരാജയപ്പെടുത്തിയ ജയപാല രാജാവ് അംഗമായിരുന്ന രാജവംശം ഷാഹി വംശമാണ്. ഗസ്നിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഫിർദൗസിയാണ്. ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതി ഷനാമയാണ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവി ഫിർദൗസിയാണ്. ഗസ്നിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതൻ അൽ ബറൂണിയാണ്. അൽ ബറൂണിയുടെ പ്രശസ്തമായ കൃതി താരിഖ് ഉൽ ഹിന്ദ് ആണ്. കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകൻ മസൂദാണ്. അപ്പോൾ കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകൻ മസൂദാണ്. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഒന്നാം തറൈൻ യുദ്ധമാണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഒന്നാം തറൈൻ യുദ്ധമാണ്, 1191. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് രണ്ടാം തറൈൻ യുദ്ധം. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധം 1191, രണ്ടാം തറൈൻ യുദ്ധം 1192. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. AD 1175 ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. മുയിസുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഗോറിയാണ്. ഇന്ത്യൻ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗോറിയാണ്. അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാൻ, പാകിസ്ഥാനിലെ ഇപ്പോൾ ഉള്ള മുൾട്ടാനാണ്. അപ്പോൾ മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം 1178 മുതൽ 79 ഗോറി ഇന്ത്യയെ കീഴടക്കാൻ തിരഞ്ഞെടുത്ത പാത ഖൈബർ പാതയാണ്. മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ ഡൽഹിയിലെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാനാണ്. AD 1194 ചാന്ദ്വാർ യുദ്ധത്തിൽ ഗോറി പരാജയപ്പെടുത്തിയത് കനൗജിലെ ജയചന്ദ്രനെയാണ്. തറൈൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഡൽഹി ഭരിച്ചിരുന്ന അവസാന ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. റായ് പിതോറ എന്നറിയപ്പെടുന്ന രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദ് ബർദായിയാണ്. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ കൃതി പൃഥ്വിരാജ് റാസോയാണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ് ആണ്. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ ചരിത്ര പണ്ഡിതന്മാർ റാസി ഉറൂസിയാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജൗഹാർ. ഇനി വരുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുർക്കിയുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1206 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ചവരാണ് ഡൽഹി സുൽത്താനേറ്റുകൾ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ രാജവംശങ്ങൾ അടിമവംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അപ്പോൾ ആദ്യം വരുന്നത് അടിമവംശമാണ്, സ്ലേവ് ഡൈനാസ്റ്റി. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമവംശം. അടിമവംശം സ്ഥാപിച്ചത് AD 1206 ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക് രാജവംശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാജവംശം അടിമവംശമാണ്. മാംലുക്, യാമിനി, ഇൽബാരി.
അടിമ വംശത്തിന്റെ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്കാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോറാണ്. ഡൽഹിയിലെ കൂവത്തുൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ച ഡൽഹി ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിത കൂവത്തുൽ ഇസ്ലാം പള്ളിയാണ്. കൂവത്തുൽ ഇസ്ലാം പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിത രീതിയിലുള്ള പള്ളി. അജ്മീറിലെ അദായി ദിൻകോ ജോൻപ്ര നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ലാഗ് ബക്ഷ എന്ന് അറിയപ്പെട്ടിരുന്ന അടിമ വംശ ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജ് ഉൽ മാസിർ. താജുൽ മാസിർ രചിച്ചത് ഹസൻ നിസാമിയാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ ഹസൻ നിസാമിയാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാം ഷയാണ്. ആരാം ഷയെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ആരാം ഷയെ പരാജയപ്പെടുത്തിയ സ്ഥലം ബാഗ്-ഇ-ജുദ് മൈതാനമാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു? ബദായും. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ച ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയ സുൽത്താൻ ഇൽത്തുമിഷാണ്. അപ്പോൾ കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കും കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയ സുൽത്താൻ ഇൽത്തുമിഷുമാണ്. കുത്തബ് മീനാറിന്റെ പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്കായാണ്? സൂഫി സന്യാസി ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കാണ് കുത്തബ് മീനാർ പണി കഴിപ്പിച്ചത്. കുത്തബ് മീനാറിന്റെ ഉയരം വരുന്നത് 237.8 അടിയാണ്. ലാഹോറിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ഇൽത്തുമിഷാണ്. ബാഗ്ദാദ് ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതിയാണ് സുൽത്താൻ-ഇ-അസാം. നികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താനാണ് ഇൽത്തുമിഷ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സുൽത്താൻ ഇൽത്തുമിഷാണ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ. ഭഗവത് ദാസയുടെ സഹായി എന്നറിയപ്പെടുന്ന സുൽത്താൻ ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക, വെള്ളി നാണയം, ജിറ്റാൾ, ചെമ്പ് നാണയം. ഭരണത്തെ സഹായിക്കാൻ ചാലിസ രൂപം നൽകിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സിലാണ്. ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം 1221 ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജീൻ എന്നാണ്. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. സുൽത്താന റസിയെ വിവാഹം കഴിച്ച മുസ്ലിം പ്രഭുവാണ് മാലിക് അൽതുനിയ. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. അടിമ വംശത്തിന്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഗ്രന്ഥം തബാഖത്ത്-ഇ-നസീറിയാണ്. തബാഖത്ത്-ഇ-നസീറി എഴുതിയത് മിൻഹാജ് അസ്-സിറാജ് ആണ്. രണ്ടാം അടിമവംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. അപ്പോൾ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യനാണ് ബാൽബൻ. ഉല്ലുഖാൻ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ബാൽബനാണ്. രാജാധികാരൻ ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബാൽബൻ. അപ്പം രാജാധികാരൻ ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബാൽബൻ. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ചിരുന്ന അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. സിജ്ദ, പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. സിജ്ദ, പൈബോസ്.
നവ്റോസ് എന്ന പേർഷ്യൻ പുതുവത്സര ആഘോഷം ആരംഭിച്ചത് ബാൽബനാണ്. അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി. അപ്പോൾ അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ സുൽത്താനാണ് ബാൽബൻ. ചാലിസ് നിരോധിച്ച അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ. ബാൽബന്റെ കൊട്ടാരം അറിയപ്പെട്ടത് ചുവന്ന കൊട്ടാരം എന്നാണ്. ബാൽബൻ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മെഹ്റൗളി, ന്യൂഡൽഹിയാണ്. ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലത്ത് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ദൈത്ത സിദ്ധാന്ത വാക്താവാണ് മാദ്യാചാര്യ. അടിമ വംശത്തിലെ അവസാനത്തെ സുൽത്താനാണ് കൈക്കോബാദ്. സുൽത്താൻ ഭരണകാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യനായിരുന്നു. നളന്ദ സർവകലാശാല നശിപ്പിച്ച മുസ്ലിം സൈന്യാധിപൻ ബക്തിയാർ ഖിൽജിയാണ്. പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താൻ കുത്തബ്ദീൻ ഐബക്കാണ്. പവലിയൻ തകർന്നു വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരി. അപ്പോൾ പവലിയൻ തകർന്നു വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. വെടിമരുന്ന് ശാലയിൽ തീപിടുത്തത്തിൽ മരിച്ച സൂർ ഭരണാധികാരി ഷേർഷയാണ്. ഗ്രന്ഥശാലയുടെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂൺ ആണ്. അടുത്തത് വരുന്നത് ഗിൽജി വംശമാണ്. 1290 മുതൽ 1320 വരെ ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച രാജവംശം ഗിൽജി രാജവംശമാണ്. ഗിൽജി രാജവംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഗിൽജി രാജവംശത്തിന്റെ തലസ്ഥാനം ഡൽഹിയാണ്. ജലാലുദ്ദീൻ ഖിൽജിയുടെ ആദ്യകാല പേര് മാലിക് ഫിറോസ് എന്നാണ്. ജലാലുദ്ദീൻ ഖിൽജി വംശം സ്ഥാപിച്ചത് ആരെ പരാജയപ്പെടുത്തിയാണ്? കൈക്കോബാദ്. ജലാലുദ്ദീൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസി സിദ്ദി മൗലയാണ്. ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിന്റെ മരുമകൻ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഗർഷർപ്പ്. രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അലാവുദ്ദീൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷഹാന ഇ മണ്ഡി, ദിവാനി റിയാസത്ത്. അലാവുദ്ദീൻ സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെടുന്നത് സെറായ് ഇ ആദിൽ എന്നാണ്. 1000 തൂണുകളുടെ കൊട്ടാരം പണി കഴിപ്പിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. ജാഗീദാരി സമ്പ്രദായം. സിറി പട്ടണം, സിറി കോട്ട, അലൈ ദർവാസ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ചരിത്രത്തിലെ ആദ്യ വിവാഹം അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിന്റെ വിധവയായ കമലാദേവിയും തമ്മിൽ. അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് ആക്രമണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത തുറമുഖമാണ് കാംബെ. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപൻ മാലിക് കഫൂർ. മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശം ദേവഗിരിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവി അമീർ ഖുസ്രു ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവി അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ പേര് അബുൾ ഹസൻ എന്നാണ്. ഉറുദു ഭാഷയുടെ പിതാവാണ് അമീർ ഖുസ്രു. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിന്റെ പ്രധാന കൃതികൾ ലൈല മജ്നു, അയൻ ഇ സിക്കന്ദാരി, തുഗ്ലക് നാമ. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആണ്. സൂഫി ഭക്തിഗാനമായ ഗവ്വാലിയുടെ പിതാവ് അമീർ ഖുസ്രു ആണ്.
അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മാലിക് കഫൂർ. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദുവാണ്. മുബാരക് ഷായെ വധിച്ചത് ഖുസു ഖാനാണ്. ഖിൽജി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി മാലിക് കഫൂറാണ്. അപ്പോൾ വരുന്നത് അടിമ വംശം സ്ഥാപിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഖിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. സയ്യിദ് വംശം സ്ഥാപിച്ചത് കിസാർ ഖാനാണ്. ലോധി വംശം സ്ഥാപിച്ചത് ബഹുലാൽ ലോധിയാണ്. അടുത്തത് വരുന്നത് തുഗ്ലക് രാജവംശമാണ്. തുഗ്ലക് വംശസ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. തുഗ്ലക് വംശം സ്ഥാപിച്ചത് 1320-ലാണ്. ആരെ വധിച്ചാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് വംശം സ്ഥാപിച്ചത്? ഖുസ്രു ഖാൻ. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച രാജവംശം തുഗ്ലക് രാജവംശമാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേര് ഗാസി മാലിക്. ഗിയാസുദ്ദീൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരം തുഗ്ലക്കാബാദ് ആണ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും അവസാനിപ്പിച്ച തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. കാകകീയ രാജാക്കന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട തുഗ്ലക് ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഗിയാസുദ്ദീൻ തുഗ്ലക് സുൽത്താൻപൂർ എന്ന് പേര് മാറ്റിയ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് വാറങ്കലാണ്. കാകകീയ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ തുഗ്ലക് സേനയെ നയിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ശരിയായ പേര് ജുനാഖാൻ. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും മാറ്റിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. കൃഷി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച തുഗ്ലക് ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബൻ ബത്തൂത്തയാണ്. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ലെയ്ൻ പൂളാണ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡ്വാർഡ് താനാസ് ആണ്. പ്രധാന വകുപ്പുകളും സ്ഥാപകരുമാണ് ദിവാനി ആർസ് ബാൽബനാണ്. അപ്പൊ സൈനിക വകുപ്പാണ് ദിവാനി ആർസ്. ദിവാനി കോഹി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. കൃഷി വകുപ്പ്. സൈനിക വകുപ്പ് ബാൽബൻ, കൃഷി വകുപ്പ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ദിവാനി ബന്ദ്ഗൺ ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അടിമക്ഷേമ വകുപ്പ്. മുഹമ്മദ് ബിൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് ജഹൻപന. പാഗൽ പാദിഷ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയങ്ങൾ പ്രചരിപ്പിച്ച ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ടോക്കൺ കറൻസി സമ്പ്രദായം. ഇബൻ ബത്തൂത്തയെ ചൈനയിലെ അംബാസഡറായി നിയമിച്ച ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബൻ ബത്തൂത്ത എഴുതിയ പുസ്തകം സഫർനാമ. സുൽത്താൻ ഭരണകാലത്തെ പ്രധാന നികുതികളാണ് ഗാരജ് ഭൂനികുതി, സക്കാത്ത് മതപരമായ നികുതി. എല്ലാ മുസ്ലിങ്ങളും തങ്ങളുടെ സമ്പത്തിന്റെ 25% സക്കാത്തായി നൽകുന്നു. ജസിയ അമുസ്ലിമുകളുടെ മേൽ ചുമർത്തിയിരുന്ന തീർത്ഥാടന നികുതിയാണ് ജസിയ. ഗംസ് യുദ്ധത്തിന് ശേഷം കൈവശപ്പെടുത്തുന്ന കൊള്ള മുതലിന്റെ 1/5 നികുതിയായി സർക്കാരിന് നൽകണം. ഇതാണ് ഗംസ്. ഇന്ത്യയിൽ ആദ്യമായി ജലസേചന പദ്ധതികൾ തുടങ്ങിയ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. യമുന കനാൽ പണി കഴിപ്പിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. കുത്തബ് മീനാറിന്റെ 4ാം നില പുനർനിർമ്മിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഹിന്ദുക്കളുടെ മേൽ ജസിയ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഫിറോസാബാദ്, ഫിറോസ് ഷാ, കോഡ്ല എന്നീ പട്ടണങ്ങൾ പണി കഴിപ്പിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഫത്തുഹത്ത് ഇ ഫിറോസ് ഷാഹി എന്ന കൃതി രചിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ദരിദ്രനായ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിനായി ഫിറോസ് ഷാ തുഗ്ലക് ആരംഭിച്ച വകുപ്പാണ് ദിവാനി ഗയാറാത്ത്. മംഗോൾ നേതാവായ തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഭരിച്ചിരുന്ന തുഗ്ലക് ഭരണാധികാരി നസറുദ്ദീൻ മുഹമ്മദ് ആണ്. തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം 1398.
തുഗ്ലക് വംശത്തിലെ അവസാന ഭരണാധികാരി മുഹമ്മദ് ബിൻ 2 ആണ്. പ്രതിഫലം നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ പഴയ കാലത്ത് നിലവിൽ നിന്നിരുന്നു. അതിൻ്റെ പേര് വിഷ്ടി. അടുത്ത് വരുന്നത് സയ്യിദ് വംശമാണ്. 1414 മുതൽ 1451 വരെ. തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറാണ് കിസാൻ ഖാൻ. താരിഖ് മുബാരക് ഷാഹി എന്ന കൃതിയുടെ കർത്താവ് യാഹിയ സർഹിന്ദാണ്. സയ്യിദ് വംശത്തിലെ അവസാന ഭരണാധികാരി അലാവുദ്ദീൻ ആലാം ഷയാണ്. അടുത്തത് വരുന്നത് ലോധി വംശമാണ്. ലോധി വംശസ്ഥാപകൻ ബഹലൂൽ ലോധിയാണ്. ബഹലൂൽ ലോധി ആരെ പരാജയപ്പെടുത്തിയാണ് ലോധി വംശം സ്ഥാപിച്ചത്? ഷാ അലാം 2. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശമാണ് ലോധി വംശം. തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയ ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ്. ലോധി വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിന്റെ ശില്പിയാണ് സിക്കന്ദർ ലോധി. ഗുൽറുഗി എന്ന തൂലിക നാമത്തിൽ പേർഷ്യൻ കൃതികൾ എഴുതുന്ന ഭരണാധികാരി സിക്കന്ദർ ലോധിയാണ്. ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ ഇബ്രാഹിം ലോധിയാണ്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം ലോധി വംശമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമാണ് ലോധി വംശം. ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ലോധി രാജാവ് ദൗലത് ഖാൻ ലോധി. ഇബ്രാഹിം ലോധിയെ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തി. അടുത്തത് വരുന്നത് ബാഹുമിനി സാമ്രാജ്യമാണ്. 1347 മുതൽ 1527 വരെ. ബാഹുമിനി സാമ്രാജ്യ സ്ഥാപകൻ വരുന്നത് അലാവുദ്ദീൻ ബഹാൻഷയാണ്. ഡെക്കാണിൽ വിഘടിച്ചു നിന്ന പ്രഭുക്കന്മാരെ അടിച്ചമർത്തിയ ഭരണാധികാരി അലാവുദ്ദീൻ ബഹമാൻ ഷായാണ്. ബാഹുമിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം വരുന്നത് കുൽബർഗ് ആണ്. വാന നിരീക്ഷണം സ്ഥാപിച്ച ബാഹുമിനി രാജാവ് ഫിറോസ് ഷാ ബാഹുമിനിയാണ്. ഫിറോസ് ഷാ തോൽപ്പിച്ച വിജയനഗര രാജാവ് ദേവരായൻ 1 ആണ്. ബാഹുമിനി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനിയായ മന്ത്രി മുഹമ്മദ് ഗവാനാണ്. ബാഹുമിനി സാമ്രാജ്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരി കലിമുള്ളയാണ്. ബാഹുമിനി സാമ്രാജ്യം സ്വാതന്ത്ര്യം നേടാൻ ഇടയാക്കിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. രണ്ടാം അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ബാഹുമിനി വംശത്തിലെ സുൽത്താനാണ് മുഹമ്മദ് ഷാ രണ്ടാമൻ. അടുത്തത് വരുന്നത് വിജയനഗര സാമ്രാജ്യമാണ്. 1336 മുതൽ 1646 വരെ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ ഹരിഹരൻ ബുക്കറാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം AD 1336 ആണ്. ഹരിഹരനെയും ബുക്കനെയും സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച സന്യാസി വിദ്യാരണ്യൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപിയാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണഭാഷ തെലുഗാണ്. വിജയനഗരം ഭരിച്ച പ്രധാന 4 രാജവംശമാണ് സംഗമ, സാലുവ, തുളുവ, അരബിഡു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10 അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് 1857 വിപ്ലവം ആരംഭിച്ചത്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ഷിപ്പായി ലഹള. അപ്പോൾ ഷിപ്പായി ലഹള എന്നത് ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ്. ഡെവിൾസ് വിൻഡ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെയാണ്. അപ്പോൾ ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 വിപ്ലവത്തിനെയാണ്. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. അപ്പം മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8.
മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34-ാം ബംഗാൾ ഇൻഫൻട്രി. അപ്പം മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34-ാം ബംഗാൾ ഇൻഫൻട്രിയാണ്. ഇനി അന്നത്തെ വിപ്ലവത്തിലെ ചില വിപ്ലവകാരുടെ യഥാർത്ഥ നാമങ്ങളാണ്. നാനാ സാഹിബിൻ്റെ നാമം വരുന്നത് ഗോണ്ടു പന്ത് എന്നാണ്. താന്തിയോ തോപ്പി വരുന്നത് രാമചന്ദ്ര പണ്ഡുരംഗ് എന്നാണ്. അപ്പം നാനാ സാഹിബ്, ഗോണ്ടു പന്ത്, താന്തിയോ തോപ്പി, രാമചന്ദ്ര പാണ്ഡുരംഗാണ്. റാണി ലക്ഷ്മിബായി മണികർണികയാണ്. ഝാൻസി റാണിയാണ് മണികർണിക എന്നറിയപ്പെടുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമ മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് ആണ്. മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയെ വേഷമിട്ടത് അമീർ ഖാനാണ്. ഇനി വരുന്നത് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫറാണ്. അപ്പം ബഹദൂർ ഷാ സഫറാണ് 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ്. ഇനി വരുന്നത് 1857 വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കളാണ്. അപ്പോൾ ഝാൻസി വരുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാർ വരുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ബീഹാർ വരുന്നത് കൻവർ സിംഗ് ആണ്. അപ്പോൾ ജഗദീഷ്പൂർ വരുന്നതും കൻവർ സിംഗ് ആണ്. അപ്പോൾ ഝാൻസി റാണി ലക്ഷ്മിബായി, ഗ്വാളിയാർ റാണി ലക്ഷ്മിബായി, ബീഹാർ കൻവർ സിംഗ്, ജഗദീഷ്പൂർ കൻവർ സിംഗ്. ഡൽഹി വരുന്നത് ജനറൽ ബഗ്ത്ഖാൻ ബഹദൂർ ഷാ II ആണ്. ആസാം വരുന്നത് ദിവാൻ മണിറാം ആണ്. മീററ്റ് വരുന്നത് ഗേതം സിംഗ് ആണ്. കാൺപൂർ വരുന്നത് നാനാ സാഹിബും താന്തി തോപ്പിയുമാണ്. അപ്പോൾ കാൺപൂർ വരുന്നത് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. മീററ്റ് ഗേതം സിംഗ്, ആസാം ദിവാൻ മണിറാം, ഡൽഹി വരുന്നത് ജനറൽ ബഗ്ത്ഖാനും ബഹദൂർ ഷാ II. ലക്നൗ വരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ആഗ്ര വരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദ് വരുന്നതും ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ഔദ്, ആഗ്ര, ലക്നൗ വരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദ് വരുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ബറേലി വരുന്നത് ഖാൻ ബഹദൂർ ആണ്. ബറൗത്ത് വരുന്നത് പർഗാന ഷാമാലാണ്. ഇപ്പോൾ ബറൗത്ത് വരുന്നത് പർഗാന ഷായാണ്. ഇനി വരുന്നത് കുറച്ച് പ്രധാന ചോദ്യങ്ങളാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? അപ്പം നെഹ്റു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമായ ബിന്ദുവെന്ന് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമന്നത നേതാവ് എന്ന പട്ടാള മേധാവി സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? അപ്പോൾ ഝാൻസി റാണിയെ പട്ടാള മേധാവിയായിട്ടുള്ള സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചതാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവെന്ന്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. ദത്തവകാശ നിരോധിത നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണമായത്. 1957 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലാണ്. അപ്പോൾ 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആണ്. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതെന്ന്. അപ്പോൾ 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നത് താന്തിയോ തോപ്പിയാണ്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയോ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ കാമ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേഡ്കർ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവിയാണ്. താന്തിയോ തോപ്പി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859. അപ്പോൾ താന്തിയോ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അപ്പോൾ ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്.
പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. അപ്പോൾ പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. ദത്തുപുത്രൻ എന്ന കാരണത്താൽ പെൻഷൻ നിഷേധിച്ചതുകൊണ്ടാണ് നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചത്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബാണ്. ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് റാങ്കൂണിലേക്കാണ്. അപ്പം മ്യാൻമാറിലെ റാങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാ സാഹിബ്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമാണ് 1858. ഇനി 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്റ്റാണ് 1857 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം 1858 വിളംബരമാണ്. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയാണ് 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി. ആക്ട് ഫോർ ദ ബൈറ്റൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ട് ഫോർ ദ ബൈറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയി ബന്ധപ്പെട്ട കാര്യമാണ് ആക്ട് ഫോർ ദ ബൈറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. 1857 കലാപ പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശിലെ മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ് കൂടാതെ പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ. 1858 നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേസ്റ്റൺ പ്രഭു. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം 1857 വിപ്ലവമാണ്. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ്? അപ്പോൾ ന്യൂയോർക്ക് ട്രൈബ്യൂണലിലാണ് കാറൽ മാക്സ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് 1857 വിപ്ലവത്തിനെ വിലയിരുത്തിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിച്ച വർഷം 2007 ബുക്സ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദിൻ്റെയാണ്. 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ബുക്കുകളാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ്. 1857 ദി ഗ്രേറ്റ് റെബലിയൻ അശോക് മേത്തയുടെയാണ്. ദി ലാസ്റ്റ് മുഗൾ ദ ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി ഡൽഹി 1857 വില്യം ഡാൽറിംബിളിൻ്റെയാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1957 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ഡാൽറിംബിളാണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് ഉടമ്പടി. അപ്പോൾ 1763 പാരീസ് ഉടമ്പടി വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപനാണ് കൗണ്ട് ഡി ലാലി.
മയ്യഴി പുഴയ്ക്ക് ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം, അപ്പം മയ്യഴി പുഴ അറിയപ്പെടുന്നത് മാഹി പുഴയെന്നാണ്. ഇതിന് ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിരുന്നത് മയ്യഴി പുഴയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയ വർഷം 1954 അപ്പോൾ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയ വർഷം 1954. യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡോവർ കടലിടുക്ക്. അടുത്തത് വരുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് മദ്രാസ്. മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. അപ്പോൾ ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാടക യുദ്ധത്തിലെ ആഗാല ചാപ്പിലെ സന്ധിയുടെ ഫലമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാടക യുദ്ധത്തിലെ ഫ്രഞ്ച് ഗവർണർ ഡൂപ്ലെയാണ്. അപ്പോൾ കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം വരുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1746 മുതൽ 1748 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1748 മുതൽ 1754 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1758 മുതൽ 1764 വരെയാണ്. ഇപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. അപ്പോൾ ലൂയിസ്ബർഗ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ്. രണ്ടാം കർണാടക യുദ്ധത്തിന്റെ കാരണം ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ച അവകാശ തർക്കമാണ്. രണ്ടാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലേവ് ആണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്ലെ 1748. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്ലെ 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി 1754. മൂന്നാം കർണാടക യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1763 പാരീസ് ഉടമ്പടിയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലേവ് ആണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. സപ്തവത്സര യുദ്ധം നടന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. അടുത്തത് വരുന്നത് പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23. സിറാജ് ഉദ് ദൗള എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? അപ്പോൾ ബംഗാൾ ഭരണാധികാരിയായിരുന്നു സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗളയുടെ ഭരണാധിപൻ മിർ ജാഫർ ആയിരുന്നു. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലേവ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാണ്. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവ് മിർ ജാഫർ ആണ്. പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി ആലിംഗീർ രണ്ടാമനാണ്. ഇനി പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഇരുട്ടറ ദുരന്തമാണ്. 1756 ബംഗാളിലെ
നവാബായ സിറാജുദ്ദൗളയുടെ നേതൃത്വത്തിൽ കൊൽക്കത്ത തിരിച്ചുപിടിച്ചപ്പോൾ 129ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടുമുറിയിലടച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇത് ചരിത്രത്തിൽ ഇരുട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഇരുട്ടറ ദുരന്തമാണ്. അടുത്തത് വരുന്നത് ബക്സാർ യുദ്ധമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. 1764 ഒക്ടോബർ 23 ബക്സാർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ ഹെൻറി വാൻ സിറ്റാർട്ടാണ്. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ഭരണാധികൾ മിർ കാസിം, മുഗൾ രാജാവായ ഷാ ആലം III, ഔദിയിലെ രാജാവായ നവാബ് ഷുജാ ഉദ്ദൗള. ബക്സർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബീഹാറാണ്. ബക്സർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി അലഹബാദ് ഉടമ്പടിയാണ്. അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട യുദ്ധം മൈസൂർ യുദ്ധങ്ങളാണ്. ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണ ഇന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തി മൈസൂർ സുൽത്താൻമാരാണ്. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ഹൈദരലി, ടിപ്പു സുൽത്താൻ. ഹൈദരലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് കൃഷ്ണരാജ വോഡയാർ. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മദ്രാസ് ഉടമ്പടിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മംഗലാപുരം സന്ധിയാണ് 1784. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് മദ്രാസ് ഉടമ്പടി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി മംഗലപുരം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1767 മുതൽ 1769 വരെയാണ്. ഒന്നാം മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അപ്പോൾ ഹൈദരലിയും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു ഒന്നാം മൈസൂർ യുദ്ധം. ഹൈദരാലി മരിച്ച വർഷം 1782 രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ വാറൻ ഹേസ്റ്റിങ്സും മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ കോൺവാലിസ് പ്രഭുവുമാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ഹൈദരാലിയാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം നയിച്ചത് ടിപ്പു സുൽത്താനാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1789 മുതൽ 1792 വരെയാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. നാലാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർത്തർ വെല്ലസിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസിയാണ്. അപ്പം നാലാം മൈസൂർ യുദ്ധകാലത്തെ സൈന്യാധിപൻ ആർത്തർ വെല്ലസിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസിയാണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പുവിന്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക നാട്ടാനും സ്വാതന്ത്ര്യത്തിന്റെ മരം നടാനും അനുവാദം നൽകിയ സുൽത്താനാണ് ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതി ഫത്തുൽ മുജാഹിദീൻ. ടിപ്പു സുൽത്താന്റെ മലബാറിലെ തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണം ഫറൂഖ് പട്ടണമാണ്. ഫറൂഖ് പട്ടണത്തിന്റെ പഴയ പേര് ഫറൂഖാബാദ് എന്നാണ്. അടുത്തത് മറാത്ത യുദ്ധം. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1775 മുതൽ 82 വരെയാണ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി സൽബായി 1782 രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1803 മുതൽ 1805 വരെയാണ്. രണ്ടാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി രാജ്ഘട്ടാണ് 1805. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1817 മുതൽ 1818 വരെയാണ്.
മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം പൂനെ. മറ്റു പ്രധാനപ്പെട്ട കലാപങ്ങളാണ് പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപമാണ് കൂക കലാപം 1863 മുതൽ 1872 വരെ. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം സന്യാസി ഫക്കീർ കലാപം. ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലെ കുന്നുകളിൽ ജീവിച്ചിരുന്ന സാന്താൾ വിഭാഗത്തിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളാണ് സിദ്ധു കാൻഹു. ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപം അറിയപ്പെടുന്നത് ഫറാസി കലാപം എന്നാണ്. ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കൾ ഹാജി ശരിയത്തുള്ള, ഭൂതു മിയാൻ. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ ഛോട്ടാ നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയ ഗോത്രവർഗമാണ് സാന്താൾ.